ഇപ്പൊ നമ്മുടെ വേദികളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ്, അതായത് ഗോത്രകലകൾ മറ്റ് നമ്മൾ വായിച്ചും ഞാനത് പറയട്ടെ, ഈ ഗോത്രകലകളുടെ താളം എന്ന് പറഞ്ഞാൽ അസാധ്യ താളമാണ് കേട്ടോ. നമ്മൾ നിന്ന് വെറുതെ ഇരുന്നോട്ടെ, പക്ഷെ അത് എവിടെ നിന്നെങ്കിലും കേട്ടാൽ നമ്മൾ അറിയാതെ അങ്ങ് താളം പിടിച്ചു. അത്ര ഗോത്രകലകളൊക്കെ നമ്മുടെ ഈ ഐറ്റംസിൽ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ കലോത്സവത്തിലുണ്ടായിരുന്നു. പ്രശംസിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, അവരുടെ ഇടയിൽ തന്നെ ഒരു പക്ഷെ അന്യം നിന്ന് പോകുന്നതാണ്, ഒരു പക്ഷെ ആരും അറിയാതെ പോകുന്നത്. ഇന്നിതാ ഈ ആളുകളൊക്കെ വന്ന് കണ്ടത് ആസ്വദിച്ച് അതിന് താളം പിടിച്ചു പോവുകയാണ്. അപ്പൊ അത് അവർക്ക് മാത്രമുള്ളതല്ല, അതെ, ഇത് നമ്മുടെ ദൃശ്യാവിഷ്കാരം കൂടിയാണ് ഓരോ ഗോത്ര കലാരൂപം. നമ്മൾ എവിടേക്കാ പോകുന്നതെന്നറിയാമോ? പണിയ നൃത്തം അല്ലേ? ഇന്ന് പണിയ നൃത്തം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ വേദിയിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പണി നൃത്തം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരമായ ഓഡിയൻസ് അവിടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ടീം ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്കായി പെർഫോം ചെയ്യാൻ റെഡി. തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമുക്ക് ആ ലൈവ് പെർഫോമൻസിലേക്ക് പോകാം അല്ലേ? ഏതാണ് സ്കൂൾ? പറവൂർ SNHSS വിദ്യാർത്ഥികളാണ്, സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ മുന്നിൽ പണി നൃത്തം അവതരിപ്പിക്കുന്നത്. എന്നതാ പ്രേക്ഷകരെ കണ്ടോളൂ, താളം പിടിച്ചോളൂ.
Yes, Yes. ഗംഭീരം, അപ്പോ മനോഹരം. പ്രേക്ഷകരെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു അതെ. മനോഹരമായ മാത്രമല്ല ദൃശ്യാവിഷ്കാരവും ഇങ്ങനെ ഇരുന്ന കലാരൂപവും ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ താളം പിടിച്ചു പോകുന്നതിന് ഒരു മാസ്മരിക ശക്തിയുണ്ട് കേട്ടോ നമ്മുടെ അതിന്. പഴശ്ശിരാജ സിനിമയിൽ ഇതേപോലെ ഒരു പാട്ടുണ്ട് അതെ, 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 അതെ. ഇപ്പൊ മനോജ് കെ ജയനും ആ, അതെ, അതെ, ജ്യോതിർമയാണ് ജ്യോതിർമയാണ്. ആ പാട്ട് അത് അടിപൊളി ഒരു താളം ഭയങ്കര താളാത്മകമായ ഒരു പാട്ടാണ്. ശരി, അപ്പോ നമ്മളിങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു മനോഹരം ഇനിയും നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ? നാളെയും ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു, ഗംഭീരം ഗംഭീരം ഒരു അല്ലേ? രക്ഷയില്ല.